ഭയന്ന് പോയെന്ന് ഈ അപകട ദൃശ്യങ്ങൾ നമ്മളിലേക്കൊക്കെ എത്തിച്ച ആ പകർത്തിയ ആര്യൻ അസാരി പറയുകയാണ്. വിമാനദൃശ്യങ്ങൾ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ് ആ ദൃശ്യം പകർത്തിയത് എന്നും പറയുന്നുണ്ട്. ഈ ദുരന്തത്തിന് ശേഷം വലിയ മാനസിക പ്രശ്നങ്ങളിലൂടെയാണ് ആര്യൻ കടന്നു പോയതെന്ന് അയൽവാസികൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നമുക്ക് പ്രതികരണം കേൾക്കാം ആദ്യം. મારે દોસ્તને બતાવી એટલા માટે મેં વિડીયો ઉતાર્યો તો વિમાન જતું હતું તો એરપોર્ટ છે તો એરપોર્ટ પર ઉતરે છે એવું લાગ્યું હતું મને. હવે નીચે ઉતરીએ તો આગ નીકળી તો ગમ પડ્યો, આમ બ્લાસ્ટ થઈ ગઈ છે. ડર ગયા थे मैं तो. और મારી બેનને बताई थी. तो आपने पापा को फ़ोन किया, बताया चीज़ें ऐसा हुआ? हाँ बताया था. പ്രജീഷ്, ഒരു പക്ഷേ ഇന്നിപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കണം, ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കണം അപകടത്തിന്റെ കാരണം എന്താണെന്ന് അറിയാൻ. പക്ഷേ ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഏക ദൃശ്യം എന്ന് പറയുന്നത് ഈ ആര്യൻ അൻസാരി പകർത്തിയ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് പല നിഗമനങ്ങളിലേക്കും ഇപ്പോൾ വിദഗ്ധർ, ഏവിയേഷൻ മേഖലയിലെ വിദഗ്ധർ പോലും എത്തുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു തരത്തിലും അങ്ങനെ ഒരു വിചാരം പോലും ഉണ്ടായി കാണില്ല. കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി, എയർപോർട്ടിന്റെ അടുത്തായതുകൊണ്ട് ഇത്തരം ദൃശ്യങ്ങളൊക്കെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി പകർത്താറുണ്ട്. പക്ഷെ പകർത്തിയത് ഒരു ദുരന്ത കാഴ്ചയായി മാറി. ഇത്രയും അധികം ജീവനുകൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഉള്ളിലെ മാത്രം ജീവനുകളില്ല, ഇവരെ സംബന്ധിച്ചോളം അതിന് ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്താണ്. അവിടെയും മറ്റൊരു ദുരന്തത്തിന് കാഴ്ച വെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങേയറ്റം ഈ പകർത്തിയതിനു ശേഷം ദൃശ്യങ്ങൾക്ക് പിന്നീട് അതിന്റെ ഒരു ആഘാതം ഈ കുട്ടിക്കും ഉണ്ടായി എന്നുള്ളതാണ്. അതെ, നമുക്ക് അയൽവാസികളുടെ പ്രതികരണത്തിലേക്ക്, അതായത് ആര്യന്റെ വീടിനടുത്ത് താമസിക്കുന്ന ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി ഒന്ന് പോകാം. पर वो बच्चा बेचारा गांव से आया था, उसने फर्स्ट टाइम इतनी नीचे से प्लेन देखा था, तो बस उसने वही प्लेन रिकॉर्ड किया और वो आगे जाके क्रैश हो गया. मतलब उसको नहीं पता था कि वो जाके आगे क्रैश हो जाएगा. उसका पर्टिकुलर यही था कि मैं अपने रिकॉर्ड करूं और वो अपने घर वालों को या जो भी उनके रिलेटिव्स हैं, फ्रेंड्स वगैरह हैं, तो उनको दिखाऊं. बस इतना था उसका मेन मोटिव, उसका यही था. അതായത് പ്രജീഷ്, അവിടെ താമസിക്കുന്ന ആളല്ല ആര്യൻ, നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ്. അപ്പം ഇത്രയും താഴ്ന്ന് വിമാനം പറക്കുന്നത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത്. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ കുടുംബത്തെയും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെയും ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ് ആ ചിത്രം പകർത്തിയതെന്നാണ് അയൽവാസി പറയുന്നത്. അർജുൻ പീതാംബരൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, അങ്ങനെ ആര്യനെ പോലെയുള്ള ആൾ എടുത്ത ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇപ്പോഴും അവിടുത്തുകാർക്കായാലും ഇപ്പോൾ ആര്യൻ സംബന്ധിച്ചോളം വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അതൊരു പതർച്ചയുണ്ട്, ഒരു ഭീതിയുള്ളിൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ആ നാടിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു അങ്കലാപ്പ് ഇപ്പോഴും അവരുടെ മുന്നിൽ നിൽപ്പുണ്ടോ? ഈ ദൃശ്യങ്ങളൊക്കെ വന്നതിന് ശേഷം അവിടെയുള്ള മറ്റ് പ്രതികരണങ്ങൾ കൂടി അയൽവാസികളുടെ ഒക്കെ നമ്മൾ കേട്ടുവല്ലോ അർജുൻ. ഈ പ്രദേശവാസികൾ വലിയ രീതിയിലുള്ള ഞെട്ടലാണ്. അവരിപ്പോഴും മാറിയിട്ടില്ല. കാരണം ഒരു 5 സെക്കൻഡ് മുന്നെയാണ് ഈ വിമാനം താഴേക്ക് വന്നിരുന്നതെങ്കിൽ ആ ഒരു ജനവാസ മേഖലയിലേക്ക് ഒരുപാട് വീടുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, അതിന് മുകളിലേക്കായിരുന്നു ഒരുപക്ഷെ ആ വിമാനം വീണു പോകുമായിരുന്നതും. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലുമൊക്കെ ഇരട്ടിക്കിരട്ടിയ ഈ മരണനിരക്ക് വർദ്ധിക്കുന്ന ഒരു വലിയൊരു സംഭവം ഉണ്ടായിപ്പോയെന്നെ എന്നുള്ള ആശങ്ക അവർക്ക് ഇപ്പോഴും ഉണ്ട്. ആ ഒരു ഭയത്തിൽ തന്നെയാണ് അവിടെ ഉള്ളവരും. ഈ സംഭവത്തിന് ശേഷം വലിയ രീതിയിൽ പോലീസ് ഈ കുഞ്ഞിനെ, ഈ ആര്യൻ 17 വയസ്സ് മാത്രമേ ഉള്ളൂ ആ പയ്യന് പ്രായം, അവനെ പോലീസ് ചോദ്യം ചെയ്തു. ഈ ദൃശ്യങ്ങളുടെ വിശദാംശങ്ങൾ പിന്നാലെ മാധ്യമപ്രവർത്തകർ നീണ്ട നിര തന്നെ ഇദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ തേടാനുണ്ടായി. അതിനൊക്കെ ശേഷം അദ്ദേഹത്തിന് ഉറക്കാൻ കിട്ടുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെ വലിയ മാനസിക പിരിമുറുക്കത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ കുട്ടിയുടെ അച്ഛൻ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് അവനെ മാറ്റിയിരിക്കുകയാണ്. മാത്രമല്ല മറ്റുള്ളവർക്ക് ഈ കുട്ടിയുമായി സംസാരിക്കുന്നതിന് വിലക്കുകൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരും അങ്ങോട്ട് വരണ്ട, വീട്ടിലേക്ക് വരണ്ട എന്നൊരു നിർദ്ദേശമാണ്. ഈ സമ്മതമില്ലാതെ, അച്ഛൻ സമ്മതമില്ലാതെ ചില മാധ്യമപ്രവർത്തകർ അകത്ത് കയറി ഇവനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഇവൻ സംസാരിക്കുമ്പോൾ തന്നെ പതറുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അത്തരത്തിൽ സമ്മതമില്ലാതെ എല്ലാം തന്നെ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ കുടുംബത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആളുകൾ ആരും ആ കുട്ടിയെ തേടി വരേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് പിതാവിനെ. നല്ലൊരു തീരുമാനമാണ് ഒരുപക്ഷെ അച്ഛൻ എടുത്തത്. കാരണം ഈ ദൃശ്യം ഈ പകർത്തിയത് ഇവൻ അപ്രതീക്ഷിതമായി പകർത്തിയതാണ്. ഒരു ദുരന്ത കാഴ്ചയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഒരു ഭാഗത്ത്, മാധ്യമങ്ങൾക്ക് നൽകേണ്ട പ്രതികരണങ്ങൾ, അങ്ങനെ അവനെ സംബന്ധിച്ച് നോക്കുക, അവൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപക്ഷെ വിമാനം വീണേനെ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താ സംഭവിച്ചിരുന്നുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടാകും. തീർച്ചയായും ആര്യൻ അസാരിയിലൂടെയാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ലോകമൊക്കെ കാണുന്നത്. അപ്പോൾ ആര്യനെ സംബന്ധിച്ചോളം മാനസികമായിട്ടുണ്ടാകുന്ന ഒരു ആഘാതമൊക്കെ എല്ലാവരും പരിഗണിക്കപ്പെടേണ്ടതാണ്.